അവൻ്റെ തോളിൽ കരസ്പർശം അറിഞ്ഞതും അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കിയതും അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവൻ്റെ മുഖം വീണ്ടും ചുവന്നു. നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നത്? ആരാ വിളിച്ചത്? അവരുടെ പ്ലാൻ പൊളിഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ നമ്മുടെ അടുത്ത് വെല്ലുവിളിയായി വന്നതാ ആ ജോൺ അബ്രഹാം. അവനാണ് വിളിച്ചത്. നമ്മൾ നാട്ടിലേക്ക് പോകുന്നത് അവൻ അറിഞ്ഞു. ഇനി അവൻ കുറച്ച് കളിക്കട്ടെ. ഇവിടുത്തെ കളി കഴിഞ്ഞ് ഞാൻ അവനെ നല്ലൊരു കളി കളിപ്പിക്കുന്നുണ്ട്. നീ എങ്ങനെ അറിഞ്ഞു നമുക്കിങ്ങനെ ഒരു ആക്സിഡൻറ്റ് സംഭവിക്കുമെന്ന്? നമ്മൾ ഇറങ്ങിയ നേരം നമ്മുടെ ഗേറ്റിൻ്റെ അടുത്ത് അവൻ്റെ ആള് നിന്നിരുന്നു. അത് ഞാൻ ക്യാമറയിൽ നല്ല വ്യക്തമായി തന്നെ കണ്ടു. അങ്ങനെ അപ്പോൾ തന്നെ ഞാൻ വേറൊരു കാറ് കൊണ്ടുവരാൻ പറഞ്ഞു. നീ അത് നോക്കിയില്ലായിരുന്നെങ്കിൽ നമ്മളെല്ലാവരും ഇന്ന് പരലോകത്തെത്തുമായിരുന്നു. അങ്ങനെയൊന്നും ഈ നാഥിനെ തോൽപ്പിക്കാൻ അവർക്ക് കഴിയില്ല. അങ്ങനെ തോറ്റാൽ അന്ന് ഈ ഭൈരവനാഥ് വർമ്മ മരിച്ചു എന്ന് കരുതാം. ദേ നാഥ്, വേണ്ടാത്തതൊന്നും പറയരുത്. ഇപ്പം നമ്മൾ നാട്ടിലേക്ക് വന്നത് എന്തിനാണെന്ന് ഓർമ്മയുണ്ടല്ലോ. അത് നമ്മൾ കണ്ടെത്തിയിരിക്കും. വേറെ ഒന്നും നീ ആലോചിക്കണ്ട. അവൻ്റെ കാര്യവും അവൻ്റെ തന്തയുടെ കാര്യവും അത് നീ വിട്ടേക്ക്. അത് പിന്നെ നോക്കാം. ഹരി അവൻ്റെ തോളിൽ തട്ടിക്കൊണ്ട് അങ്ങനെ പറഞ്ഞ് റൂമിലേക്ക് പോയി. നാഥ് റൂമിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് കുളിച്ചു കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന തൻ്റെ പെണ്ണിനെ കണ്ടതും അവൻ അവളെ തന്നെ നോക്കി നിന്നു. കാരണം അവളൊരു ടർക്കി മാത്രമാണ് ഉടുത്തിരുന്നത്. പക്ഷേ ഇതൊന്നും അവൾ കാണുന്നില്ലായിരുന്നു. അവൾ നേരെ ബാഗിൽ നിന്നും വേറെ ഡ്രസ്സ് എടുക്കാൻ കുനിഞ്ഞതും അവൻ അവളുടെ പിറകിലൂടെ ചെന്ന് വയറിൽ പിടിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് അടുപ്പിച്ചു. എന്തിനാ പെണ്ണെ നീ എൻ്റെ കൺട്രോൾ കളയാൻ ഇങ്ങനെയൊക്കെ എൻ്റെ മുന്നിൽ വന്നു നിൽക്കുന്നത്? അവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ തരിച്ചു നിൽക്കുകയാണ്. അപ്പോഴാണ് അവൻ അവളുടെ ചെവിയിൽ അവൻ്റെ മുഖം അടുപ്പിച്ച് അങ്ങനെ പറഞ്ഞതും. അവൾക്ക് എങ്ങനെയെങ്കിലും അവൻ്റെ അടുത്തുനിന്ന് രക്ഷപ്പെട്ടാൽ മതിയെന്നായിരുന്നു. പക്ഷേ അവൻ്റെ ശക്തിയിൽ അവൾക്കൊന്ന് അനങ്ങാൻ പോലും പറ്റിയില്ല. അപ്പോഴാണ് അവരുടെ റൂമിൽ ബെല്ലടിച്ചത്. ഷോ നാശം, നല്ല മൂടായി വരുമ്പോൾ അപ്പം വരും കഞ്ഞിയിൽ പാറ്റയിടാനായി ആരെങ്കിലും. അതും പറഞ്ഞ് അവൻ ദേഷ്യത്തോടെ വാതിൽ തുറക്കാൻ പോയി. അവൻ്റെ പോക്ക് കണ്ട് ലച്ചു വാപ്പൊത്തി ചിരിച്ചു. നിനക്ക് ഞാൻ വന്നിട്ട് തരാമെന്ന് പറയാതെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ആ നോട്ടം നല്ലതല്ലെന്ന് മനസ്സിലാക്കി അവൾ ബാത്റൂമിലേക്ക് ഓടിപ്പോയി. അവൻ പോയി വാതിൽ തുറന്നത് മുന്നിൽ നിൽക്കുന്ന റൂം ബോയിയെ കണ്ടതും അവൻ്റെ ദേഷ്യം അണപ്പല്ലിൽ കടിച്ചു പിടിച്ചു. സർ, ഫുഡ് എന്തെങ്കിലും ഓർഡർ ചെയ്യണോ? ഇപ്പം ഒന്നും വേണ്ട, വേണമെങ്കിൽ ഞാൻ പറയാം. അതും പറഞ്ഞ് അവൻ വാതിലടച്ചതും അപ്പോഴാണ് അവൾ ഡ്രസ്സ് മാറി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി. അവൻ അവളുടെ അടുത്തേക്ക് പോവാൻ നിന്നതും വീണ്ടും ഡോറ് മുട്ടി. ഓ, ഇയാളെ കൊണ്ട് വല്ല ശല്യമായല്ലോ. അതും പറഞ്ഞ് അവൻ ഡോറ് തുറന്നതും, എടോ തനിക്കെന്താ വേണ്ടത്? എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് പറയും, അപ്പം കൊണ്ടുവന്നാൽ മതി. ഇപ്പൊ ഒന്ന് പോയിത്താ. അവൻ 2 കൈ തൊഴുതുകൊണ്ട് അയാളോട് പറഞ്ഞു. വെയിറ്റർ നാഥിനെ ഒന്ന് നോക്കിപ്പോയി. ഇതൊക്കെ കണ്ടിലച്ചു വാപൊത്തി ചിരിച്ചു. അവളുടെ ചിരി കണ്ടതും അവൻ അവളുടെ അടുത്തേക്ക് പാഞ്ഞു. അവൻ വരുന്നത് കണ്ടതും അവൾ ബെഡിലേക്ക് മറിഞ്ഞ് പുതപ്പ് മൂടി കിടന്നു. അവൻ അവളുടെ അടുത്തായി വന്ന് കിടന്ന് അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചു. നീ ഇപ്പോൾ രക്ഷപ്പെട്ടു എന്ന് കരുതേണ്ട. നിനക്കുള്ളത് ഞാൻ വൈകാതെ തരും. അത് എല്ലാവരുടെ സമ്മതത്തോടെ നിന്റെ കഴുത്തിൽ ഞാൻ താലി ചാർത്തിയിട്ട്. ഇപ്പോൾ എനിക്കൊട്ടും സമയമില്ല. നാളെ രാവിലെ തന്നെ അവിടേക്ക് എത്താമെന്ന് വാക്ക് കൊടുത്തുപോയി. അതുകൊണ്ട് ഇപ്പം നീ രക്ഷപ്പെട്ടു. അതും പറഞ്ഞ് അവൻ അവളെയും കെട്ടിപ്പിടിച്ചുറങ്ങി. അതിരാവിലെ തന്നെ ലച്ചു കണ്ണുകൾ തുറന്നു. അവൻ കണ്ണുകൾ തുറന്നപ്പോൾ കാണുന്നത് തന്നെ ആർക്കും കൊടുക്കില്ല എന്ന പോലെ അവൻ അവളെ കെട്ടിപ്പിടിച്ചുറങ്ങുന്നതാണ്. അവനൊന്ന് മറിഞ്ഞു കിടന്നപ്പോഴാണ് അവൾ വേഗം എണീറ്റ് ബാഗിൽ നിന്നും ഒരു കോട്ടൻ്റെ റെഡ് കളർ സാരി എടുത്ത് ബാത്റൂമിലേക്ക് പോയത്. അവൾ കുളി കഴിഞ്ഞ് വന്നപ്പോഴേക്കും അവൻ നല്ല ഉറക്കത്തിലായിരുന്നു. അല്ല, നേരത്തെ പോകണമെന്ന് പറഞ്ഞിട്ട് എണീക്കുന്നില്ലേ? കുറച്ചുകൂടെ പെണ്ണേ, ഞാനൊന്ന് ഉറങ്ങട്ടെ. മതി കണ്ണേട്ടാ, ഇനി വീട്ടിലെത്തിയിട്ട് ഉറങ്ങാം. വാ എണീക്ക്, മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ടാവും. അവൾ അത് പറഞ്ഞ് അവനെ ബെഡിൽ നിന്നും വലിച്ചെഴുന്നേൽപ്പിച്ചു. എൻ്റെ കണ്ണേട്ടാ, എന്ത് വെയിറ്റാണ് നിങ്ങൾ? ഇതൊക്കെ ഇനിയും എങ്ങോട്ടാണ് ഉരുട്ടിക്കയറ്റി വെച്ചിരിക്കുന്നത്? എൻ്റെ പെണ്ണെ, നീ എന്നെ ശരിക്ക് അറിയാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴേ നീ ഇങ്ങനെ പറഞ്ഞാലേ ഇനിയുള്ളത് നടക്കാൻ പോകുന്നത് കണ്ട അത് ഈ കുഞ്ഞു ശരീരം താങ്ങില്ലല്ലോ. ഒന്ന് പോകണ്ണേട്ടാ, അതൊക്കെ നമുക്ക് നോക്കാം. ഇപ്പം എണീറ്റ് ഫ്രഷായി തറവാട്ടിലേക്ക് പോകാം നോക്കാം. അതും പറഞ്ഞ് ലച്ചു അവനെ ബാത്റൂമിലേക്ക് തള്ളിവിട്ടു. അപ്പോഴേക്കും ഹരി വന്ന് കതകിൽ മുട്ടിയിരുന്നു. അവർ അവിടെ നിന്നും ഇറങ്ങി. എല്ലാവരും എണീക്കുന്നതിന് മുൻപ് തന്നെ ജാനകിയമ്മ എണീറ്റ് മുന്നിലെ വാതിൽ തുറന്ന് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് റൂമിൽ നിന്ന് വന്നപ്പോൾ കാണുന്നത് ഇതാണ്. എന്താ അമ്മേ ഈ രാവിലെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത്? പുറത്ത് നല്ല മഞ്ഞാണ്, അതുകൊണ്ട് പനി പിടിക്കും. അവർ വരുമ്പോൾ അപ്പോൾ ഡോറ് തുറന്ന് കൊടുക്കാം. അവരിപ്പോൾ എത്തും, രാവിലെ എത്താമെന്നല്ലേ പറഞ്ഞത്. അവർ വരുമ്പോൾ അപ്പോൾ പുറത്തേക്ക് വരാം. ഇപ്പം അമ്മ അകത്തേക്ക് പോയി കിടക്ക്.
അതും പറഞ്ഞ് ഇന്ദു അമ്മയുടെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് അവരുടെ വീടിൻ്റെ മുറ്റത്ത് ബ്ലാക്ക് കളർ കാറ് വന്ന് നിന്നത്. അവർ രണ്ടുപേരും അതിലേക്ക് തന്നെ നോക്കി നിന്നു. അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങിയവരെ കണ്ടതും രണ്ടുപേരുടെയും മുഖം വെട്ടി വിയർക്കാൻ തുടങ്ങി. അയാൾ കാറിൽ നിന്ന് ഇറങ്ങിയതും ജാനകിയമ്മയുടെ കൈ അവരിൽ അമർത്തി പിടിച്ചു. അവർ കാര്യമറിയാതെ വരുന്ന അയാളെ തന്നെ നോക്കി നിന്നു. അയാൾ അവരുടെ അടുത്തേക്ക് എത്തി. ജാനകിയമ്മ ആകെ വിയർത്തു. എന്താ ജാനകി, ഇങ്ങനെ എന്നെ കണ്ടിട്ട് പേടിച്ചു നിൽക്കുന്നത്? നീ എന്നെ ആദ്യമായിട്ടാണോ കാണുന്നത്? ആര് മറന്നാലും നിനക്കും വർമ്മയ്ക്കും എന്നെ മറക്കാൻ പറ്റില്ലല്ലോ അല്ലേ? അതും പറഞ്ഞ് അയാൾ ഉമ്മറത്തെ ചാരു കസേരയിലിരുന്നു. പുറത്ത് പരിചയമില്ലാത്ത ശബ്ദം കേട്ട് ബാക്കിയുള്ളവരും അവിടേക്ക് വന്നു. ഈശ്വരവർമ്മ അവിടേക്ക് വന്നപ്പോൾ ഉമ്മറത്തിരിക്കുന്ന ആളെ കണ്ടതും അദ്ദേഹത്തിൻ്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങി. അല്ല, ആരായത്? എൻ്റെ ഉറ്റ സുഹൃത്ത് ഈശ്വരവർമ്മയല്ലേ? എന്നെ ഓർമ്മയുണ്ടോ ആവോ? തമ്പുരാൻ എങ്ങനെ മറക്കാനല്ലേ? അങ്ങനെയല്ലേ മനസ്സിൽ മുറിവുണ്ടാക്കി നിങ്ങൾ പോയി കളഞ്ഞത്? ആ കനൽ ഇപ്പോഴും എൻ്റെ നെഞ്ചിൽ ആളിക്കത്തുന്നുണ്ട്. എനിക്ക് നഷ്ടമായത് എൻ്റെ കുഞ്ഞി പെങ്ങളെയാണ്. അതും കാര്യമാക്കിയില്ല. പിന്നെയും നിങ്ങൾ എന്നെ വെറുതെ വിട്ടില്ല. എൻ്റെ മകനെ എന്നിൽ നിന്നും നിങ്ങൾ അകറ്റി. ഇതിൽ കൂടുതൽ ഇനി എന്താ വേണ്ടത്? അപ്പോൾ നിങ്ങൾക്കും തിരിച്ചെന്തെങ്കിലും തരേണ്ടേ? നിന്റെ മകൻ, അതായത് നിന്റെ മൂത്ത മകൻ ദേവനാഥ് വർമ്മയെയും അവൻ്റെ ഭാര്യ അരുന്ധതിയെയും ഞാൻ ഇല്ലാതാക്കി. അത് കേട്ടതും ഇന്ദ്രനും ഉണ്ണിക്കും ദേഷ്യം നിയന്ത്രിക്കാനായില്ല. അവർ അയാളെ പിടിച്ചു തല്ലി. അപ്പോഴേക്കും അയാളുടെ ആളുകൾ വന്ന് അവരെ പിടിച്ചു മാറ്റി അടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടേക്ക് പൊടി പറത്തിക്കൊണ്ട് അവൻ്റെ കാറ് വന്ന് നിന്നത്. നാഥ അതിൽ നിന്നും ചാടിയിറങ്ങി അവരുടെ അടുത്തേക്ക് പോയി അവരെ ഓരോരുത്തരെയും അടിച്ചു വീഴ്ത്തി. അവൻ ആ ശ്രീധരൻ തമ്പിയുടെ അടുത്തേക്ക് പോയി. എടോ, എനിക്കെല്ലാം അറിയാം, എല്ലാം. ഇതിൻ്റെയൊക്കെ പിന്നിൽ തൻ്റെ കൈകളാണെന്ന്. പിന്നെ ഞാനെന്താ എല്ലാം അറിഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതെന്ന് കരുതി കാണുമല്ലേ? നീ മാത്രമല്ല, നിന്റെ ഒപ്പം ഇനിയും ആളുകളുണ്ടെന്ന് എനിക്കറിയാം. അവരൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്ന അന്നെല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ വരും. അതധികം വൈകാതെ ഉണ്ട്, കാത്തിരുന്നു. വലിയവർ ഞാൻ തല്ലില്ല. ഇനിയും വല്ലതും പറഞ്ഞ് ഇവിടെയുള്ളവരുടെ മനസ്സ് വേദനിപ്പിച്ച ഇനി ഞാൻ അടങ്ങിയിരിക്കില്ല. ഇപ്പൊ പോ. നാഥ് കേശവൻ്റെ അടുത്ത് മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇതൊക്കെ കേട്ട് അയാൾ തലതാഴ്ത്തി പോവാൻ നിന്നു. അയാൾ അവിടെ നിന്നും ഇറങ്ങി പോവാൻ നിന്നതും, പിന്നെ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവരോട് പോയി പറ, ഒളിഞ്ഞിരുന്ന് കളിക്കാതെ അത് നേരിട്ടിറങ്ങി കളിക്കണം. അതാണ് ആണത്തം. പോ, ഇനി ഇവിടെ കണ്ടുപോകരുത്. പിന്നെ പോകുമ്പോൾ ആ നിലത്ത് കിടക്കുന്നവരെയും എടുത്തോണ്ട് പോ. അയാൾ കാറിൽ കയറി വേഗം തന്നെ അവിടെ നിന്നും പോയി. നാഥ് ലച്ചുവിൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കയറാൻ നിന്നതും, അവിടെ നിൽക്ക്, ആരതി കൊണ്ടുപോവാ സന്ധ്യയെ. മുത്തശ്ശി അവിടെ നിൽക്കുന്ന സന്ധ്യയോട് പറഞ്ഞു. അവർ അതനുസരിച്ച് ഒരാൾ ആരതിയും മറ്റേയാൾ വിളക്കുമെടുത്ത് അവിടേക്ക് വന്നു. മുത്തശ്ശിയുടെ കയ്യിൽ കൊടുത്തു. അവർ ആരതി ഉടഞ്ഞ് നിലവിളക്കും കൊടുത്ത് ലച്ചുവിനെ അകത്തേക്ക് കയറ്റി. അവർ രണ്ടുപേരും പൂജാമുറിയിലേക്ക് പോയി അവിടെ നിലവിളക്ക് വെച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. പൂജാമുറിയുടെ പുറത്തേക്ക് വന്നു. മുത്തശ്ശി, അത് പറഞ്ഞ് നാഥ് ലച്ചുവിൻ്റെ കൈപിടിച്ച് മുത്തശ്ശിയുടെയും മുത്തശ്ശൻ്റെയും കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങി മുത്തശ്ശിയുടെ അടുത്തേക്കിരുന്നു. സുലു, കുട്ടിക്ക് മാറ്റിയെടുക്കാൻ അവൻ്റെ റൂമൊന്ന് കാണിച്ചു കൊടുക്ക്. വാ മോളെ, ചെറിയമ്മ കാണിച്ചു തരാം. അതും പറഞ്ഞ് സുലു അവളെ അവൻ്റെ റൂമിലേക്ക് പോയി. മുത്തശ്ശിയുടെ കുട്ടിയെ കണ്ടിട്ട് ഒരുപാട് നാളായല്ലോ. അതെങ്ങനെ, എപ്പോഴും ജോലി തിരക്കല്ലേ? എല്ലാവരും വന്നാലും നിനക്ക് മുത്തശ്ശിയെ കാണാൻ വരാൻ നേരമില്ലല്ലോ. അയ്യോ, തുടങ്ങി. ഇനി ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഇനി മുത്തശ്ശിയുടെ കൂടെ ഇവിടെ നിൽക്കാം. അതുപോരെ? അത് മതി. എൻ്റെ മുത്തശ്ശി, അവൻ മാത്രമല്ല ഞാനും കൂടെ ഇവിടെയുണ്ട്. എന്നെയും ഒന്ന് പരിഗണിക്കണം. ആന്നോ? ഇവൻ്റെ വാലുണ്ടോ കൂടെ? മുത്തശ്ശി, മോൻ ഇങ്ങോട്ട് വാ. അതും പറഞ്ഞ് മുത്തശ്ശി അരിയെ വിളിച്ചു. അവൻ്റെ തലയിൽ തലോടി. ഇനി എൻ്റെ 2 മക്കളും എങ്ങോട്ടും പോവണ്ട. അതും പറഞ്ഞ് അവർ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു. അത് കണ്ടു ബാക്കിയുള്ളവരും അവരെ കൂടെ കൂട്ടി. എൻ്റെ അമ്മേ, ഇനി അവർ ഒന്ന് ഫ്രഷായിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ഉണ്ണി അത് പറഞ്ഞതും അവർ അവിടെ നിന്നും പോയി. പക്ഷേ അതിഥിയുടെ കണ്ണുകൾ ഹരിയുടെ മുഖത്തായിരുന്നു. അതാരും കണ്ടില്ല. പക്ഷേ അവൻ അത് നല്ലതുപോലെ കണ്ടിരുന്നു. അത് കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ അവൻ അവൻ്റെ റൂമിലേക്ക് പോയി. നാഥ് അവൻ്റെ റൂമിലേക്കും. വിടില്ല ഞാൻ അവനെ ഞാൻ വെറുതെ വിടില്ല. കേശവൻ നാഥിൻ്റെ മുഖം ഓർക്കുന്തോറും ദേഷ്യം ഇരച്ചു കയറി. അപ്പോഴാണ് അയാളുടെ ഫോൺ അടിച്ചത്. അയാൾ ഫോൺ എടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ, എന്താ കേശവ? എന്താ നിന്റെ സംസാരത്തിൽ നിന്ന് വല്ലാത്ത തെളിച്ചമില്ലായ്മ? നീ എന്നാ ഈശ്വരവർമ്മയെ കാണാൻ പോയല്ലേ? അവിടെ എന്താ ഉണ്ടായത്? അത് പറയുമ്പോഴും അയാളുടെ മുഖം വലിഞ്ഞു മുറുകി. കേശവൻ്റെ മനസ്സിലേക്ക് നാഥിൻ്റെ മുഖം തെളിഞ്ഞു വന്നു. നീ എന്താ കേശവൊന്നും മിണ്ടാത്തത്? അവൻ ആ ഭൈരവനാഥ് വർമ്മ എത്തിയല്ലേ?
നിനക്ക് എങ്ങനെ മനസ്സിലായി ഫിലിപ്പ്? അത് നിന്റെ സംസാരത്തിൽ തന്നെ മനസ്സിലാവുന്നുണ്ട്. നീ പേടിച്ച് വിറക്കുന്നുണ്ട് കേശവ. എനിക്കവനെ കൊല്ലണം, അവനെ ഇല്ലാതാക്കണം. ഫിലിപ്പ് പൊട്ടിച്ചിരിച്ചു. അയാളുടെ ചിരി കേട്ട് കേശവൻ ദേഷ്യം വിരച്ചു കയറി. അതൊക്കെ നിന്റെ മോഹമാണ് കേശവ. അവൻ ആ നാദിനെ തൊടാൻ പോലും കിട്ടില്ല. അവൻ എല്ലാവരെക്കാളും ശക്തനാണ്. അത് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. കേശവൻ ദേഷ്യത്തോടെ ഫോൺ നിലത്തേക്കെറിഞ്ഞു. അപ്പോഴാണ് അയാളുടെ മറ്റേ ഫോണും അടിച്ചത്. ഫിലിപ്പാണെന്ന് മനസ്സിലായതും, നീ ഇങ്ങനെ സാധനമെറിഞ്ഞ് നശിപ്പിച്ചിട്ടോ എൻ്റെ കോള് കട്ടാക്കിയിട്ടോ കാര്യമില്ല. എനിക്ക് വരാൻ സമയമായി. അധികം വൈകാതെ തന്നെ ഞാൻ വരും. അതും പറഞ്ഞ് അയാൾ ഫോൺ വെച്ചു. നാദ് റൂമിലേക്ക് ചെന്നപ്പോൾ കാണുന്നത് ഫ്രഷായി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുന്ന തൻ്റെ പെണ്ണിനെ. അവൾ അവനെ കണ്ടില്ല. അവൾ നേരെ കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നു. പക്ഷെ അവളുടെ പിറകിൽ അവൻ നിൽക്കുന്നതും അവൻ കണ്ടില്ല. അവൾ ഒന്ന് തിരിഞ്ഞതും തൻ്റെ പിറകിൽ നിൽക്കുന്ന തൻ്റെ പ്രാണിനെയാണ് കണ്ടത്. അവൾ വിറയലോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ പുരികം കൊണ്ട് അവളോട് ചോദിച്ചു. ഒന്നുമില്ല എന്ന് തോളനക്കിക്കൊണ്ട് അവൾ മറുപടി പറഞ്ഞു. പിന്നെ ഒന്നും പറയാതെ അവൾ അവനെ തള്ളി മാറ്റി അവിടെ നിന്നും താഴേക്ക് പോയി. അവൾ പോയതും അപ്പോൾ തന്നെ ഹരി അങ്ങോട്ടേക്ക് വന്നു. നാഥ്, ഇനി എന്താ നിന്റെ അടുത്ത പ്ലാൻ? ശത്രുക്കളെല്ലാം കളത്തിലിറങ്ങി. ഇല്ല, ഒരാളും കൂടെയുണ്ട് ഇറങ്ങാൻ. അവനും വരട്ടെ. അതിനു മുൻപ് എൻ്റെ പെണ്ണിന് അവകാശപ്പെട്ടതും അവൾ അനുഭവിച്ചതുമെല്ലാം എനിക്ക് അവരെ അറിയിച്ചു കൊടുക്കണം. അത് പറയുമ്പോഴും അവൻ്റെ മുഖം വലിഞ്ഞു മുറുകി. എന്തായി രാഹുൽ? അവളുടെ ഒരു വിവരവുമില്ലല്ലോ. നിനക്ക് കിട്ടേണ്ടത് ഇപ്പോൾ മറ്റൊരാളുടെ കയ്യിലാണ്. ഗോകുൽ അങ്ങനെ പറഞ്ഞതും രാഹുലിൻ്റെ മുഖം വലിഞ്ഞു മുറുകി. രാഹുൽ അവനെ അടിച്ചു. നീ എന്നെ അടിച്ചിട്ട് കാര്യമില്ല. അവൻ ആ പൊന്ന മോനെ പോയി തള്ളിക്കൊന്നിട്ട് അവളെ നിന്റെ കൂടെ കൂട്ടാൻ നോക്ക്. എന്നോട് നീ കാണിച്ച ദേഷ്യം ആദ്യം അവനിട്ട് കൊടുക്ക്. ഗോകുൽ അവൻ്റെ പിരികേറ്റി. അവൻ അതിനനുസരിച്ച് അവനെ കൊന്ന് അവളെ സ്വന്തമാക്കാനെന്ന ചിന്ത മാത്രമായി. അവൻ അവൻ്റെ കയ്യിലുണ്ടായിരുന്ന മദ്യം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. വിടില്ല ഞാൻ ആ പൊന്ന മോന്. എന്നെ ചതിച്ചു കളഞ്ഞു. അതിനുള്ളത് ഞാൻ അവൾക്ക് കൊടുക്കും. അതിനു മുൻപ് അവളെ കിട്ടിയ പൊന്ന മോനെ ഇല്ലാതാക്കണം. എനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടാൻ പാടില്ല. അതും പറഞ്ഞ് രാഹുൽ അവിടെ നിന്നും ആടിക്കുഴഞ്ഞ് അവിടെ നിന്നും ഊർമിളയുടെ വീട്ടിലേക്ക് പോയി. അവൻ അവിടെ പോയി കോളിംഗ് ബെല്ലടിച്ചു. ആരാ നാശം ഈ നേരത്ത്? അതും പറഞ്ഞ് ഊർമിള വാതിൽ തുറക്കാൻ പോയി. വാതിൽ തുറന്നപ്പോൾ കാണുന്നത് കള്ളം കുടിച്ച് ആടിക്കുഴഞ്ഞ് നിൽക്കുന്ന രാഹുലിനെ. എന്താടാ ഈ നേരത്ത് ഇങ്ങോട്ടേക്ക്? വീട്ടിലേക്ക് പോവാൻ നോക്ക്. അവൻ്റെ നോട്ടവും ഭാവനും ശരിയല്ല എന്ന് മനസ്സിലാക്കി ഊർമിള അവനോട് പറഞ്ഞു. അവൻ്റെ കണ്ണിൽ തൻ്റെ മുന്നിൽ നിൽക്കുന്ന മദ്യത്തിൻ്റെ ലഹരി ആയതുകൊണ്ട് ലച്ചുവാണെന്ന് കരുതി അവൻ അവരെ കടന്നു പിടിച്ചു. നീ എന്താ ചക്ക ഈ കാണിക്കുന്നത്? ഞാൻ നിന്റെ അപ്പച്ചിയാണ്. അപ്പോഴേക്കൻ അവത് ചെവി കൊണ്ടില്ല. അവൻ അവരെ ബലമായി കീഴ്പ്പെടുത്താൻ നോക്കി. അവർ അവനെ തള്ളി മാറ്റി റൂമിലേക്ക് ഓടിപ്പോയി. അവർ വാതിലടക്കുന്നതിന് മുൻപ് തന്നെ അവൻ തള്ളി തുറന്നകത്തേക്ക് കടന്നു. ബലമായി പിടിച്ച് അവരുടെ ചുണ്ടുകൾ അമർത്തി ചുംബിച്ചു. അവർ അറിഞ്ഞില്ല ഇനി വരാൻ പോകുന്ന ആപത്തുകൾ. അവരെ പിന്തുടർന്ന ഗോകുലുള്ളതും അവർ അറിഞ്ഞില്ല. അവൻ അതെല്ലാം ഫോണിൽ പകർത്തി. അതിൻ്റെ ഇടയിലും ഹൃതികയും അവനും തമ്മിൽ കൂടിച്ചേർന്നിരുന്നു. എല്ലാം ഗോകുൽ ഫോണിൽ പകർത്തിക്കൊണ്ടിരുന്നു. രാഹുൽ ഒരു തളർച്ചയോട് അവരുടെ മാറിലേക്ക് കിടന്നു. ഇതൊക്കെ നോക്കി ഗോകുൽ വിജയ ചിരിച്ചിരിച്ചു അവിടെ നിന്നും പോയി. ഇതൊന്നും അറിയാതെ അവർ ഇണപ്രാവുകളെ പോലെ ഇടപഴകുകയായിരുന്നു. നിങ്ങൾക്ക് 3 പേർക്കും നാളെ ഒരു ഗിഫ്റ്റ് അയച്ചു തരുന്നുണ്ട്, നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്ന. അതും പറഞ്ഞ് ഗോകുൽ ആ വീഡിയോ നോക്കിക്കൊണ്ട് ഗൂഢമായി ചിരിച്ചു. പക്ഷെ അവനും അറിഞ്ഞില്ല അവനെ കൊടുക്കാനുള്ള കുരുക്കുമായി അവൻ വരുന്നത്. ലച്ചു താഴേക്കിറങ്ങി നേരെ അടുക്കളയിലേക്ക് പോയി. അവൾ അവിടെ എത്തിയപ്പോൾ കണ്ടത് ചെറിയമ്മമാരെല്ലാവരും തിരക്കിൽ ജോലിയായിരുന്നു. അവൾ അവിടെ വാതിൽ തന്നെ നിന്നു. ഇന്ദു ഒന്ന് തിരിഞ്ഞപ്പോഴാണ് അവിടെ വാതിൽക്കൽ നിൽക്കുന്ന ലച്ചുവിനെ കണ്ടത്. ആ മോളോ, ഇങ്ങോട്ട് വാ. ഇന്ദു അങ്ങനെ പറഞ്ഞതും സുലുവും അവിടേക്ക് നോക്കി. അവളെ കണ്ടതും അവളുടെ മുഖം വിടർന്നു. അവരും അവളെ വിളിച്ചു. അവൾ അവരുടെ അടുത്തേക്ക് അവരുടെ കൂടെ ഓരോന്ന് ചെയ്തും തമാശ പറഞ്ഞും കളിച്ചും ചിരിച്ചും അവൾ അവരോട് നല്ല കൂട്ടായി. അവരോട് എന്തോ പറഞ്ഞ് തിരിഞ്ഞതും വാതിൽക്കൽ കൈ നെഞ്ചിൽ കെട്ടി തന്നെ നോക്കുന്ന നാദിനെയാണ് അവൾ കണ്ടത്. അവളുടെ ചിരി സ്റ്റോപ്പിട്ടു. സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ലച്ചു പിന്നീടൊന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും ചെറിയമ്മമാരൊന്ന് തിരിഞ്ഞു നോക്കിയതും അവളെ തന്നെ നോക്കി നിൽക്കുന്ന നാദിനെ അവരും കണ്ടു. അവൾ തലയും താഴ്ത്തി നിൽക്കുവാണ് ചെയ്യുന്നത്. നീ എന്തിനാ കണ്ണ അവളെ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നത്? പാവം, നിന്നെ കണ്ടപ്പോഴാണ് അവളൊന്നും മിണ്ടാതെ നിന്നത്. അവൾക്ക് ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ പറ്റും. എന്നോട് അവൾ ഇതുവരെ ഇങ്ങനെയൊന്നും ചിരിച്ച് സംസാരിച്ചിട്ടില്ല. എന്നോട് മര്യാദയ്ക്ക് സംസാരിച്ചിട്ട് പോലുമില്ല.
എന്നോട് മിണ്ടിയെന്ന് കരുതി ഞാൻ പിടിച്ചു തിന്നില്ലല്ലോ. അതും പറഞ്ഞ് അവൻ അവിടെ നിന്നു പോയി. അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയതും അവർ അവളെ തന്നെ നോക്കി നിന്നു. അവൻ സത്യമാണോ മോളെ പറഞ്ഞത്? അവനോട് മോള് സംസാരിക്കാറില്ലേ? അവളൊന്നും മിണ്ടാതെ തല താഴ്ത്തി നിന്നു. നീ അവനോട് മിണ്ടായിട്ടും നീ ഞങ്ങളോട് ഇങ്ങനെ ചിരിച്ചും സംസാരിച്ചും കണ്ടിട്ടും അവന് ദേഷ്യം വന്നതാകും. അതാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. നീ റൂമിലേക്ക് പൊയ്ക്കോ. അവരങ്ങനെ പറഞ്ഞതും അവൾ റൂമിലേക്ക് പോയി. പക്ഷേ അവൻ അവിടെ ഇല്ലായിരുന്നു. രാത്രി ഫുഡ് കഴിച്ചപ്പോഴും അവൻ അവളെ ഒന്ന് നോക്കിയതുപോലുമില്ല. അങ്ങനെ അവൾ റൂമിലേക്ക് പോയപ്പോഴും ഒന്നും മിണ്ടാതെ ലാപ്ടോപ്പിൽ നോക്കിയിരിക്കുകയായിരുന്നു. അവളെ ഒന്ന് നോക്കിയതുപോലുമില്ല. അവൾ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്നപ്പോൾ അവൻ ആരോടോ സംസാരിക്കുകയാണ്. അപ്പോഴും അവനെ ഒന്നും മൈൻഡ് ചെയ്തില്ല. പിന്നെ അവളെ സങ്കടങ്ങൾ മനസ്സിലൊതുക്കി കട്ടിൽ കിടന്ന് കണ്ണുകൾ അടച്ചുറങ്ങി. രാവിലെ നിർത്താതെയുള്ള ഫോണിൻ്റെ ബെല്ലടി കേട്ടാണ് മാധവൻ കണ്ണു തുറന്നത്. ആരായി നേരം വിളിക്കാൻ? ശല്യം, ഉറങ്ങാനും സമ്മതിക്കില്ല. അതും പറഞ്ഞ് മാധവൻ കണ്ണു തുറക്കാതെ തന്നെ ഫോണെടുത്ത് ചെവിയിൽ വെച്ചു. ഹലോ. അപ്പുറത്തെ മറുപടി കേട്ട് മാധവൻ കണ്ണു വലിച്ചു തുറന്ന് ബെഡിൽ നിന്നും ചാടി എണീറ്റു. എന്താ പറഞ്ഞത്? അതെ സർ, നമ്മുടെ ബാങ്കിൽ ബാലൻസ് ഒന്നും കാണുന്നില്ല. ബാങ്കിലേക്ക് പണമെടുക്കാൻ വരുന്നവർക്ക് നിക്ഷേപ തുക കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് പരാതിയുമായി വന്നു. പക്ഷേ ഞങ്ങൾക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സിസ്റ്റമൊക്കെ എററെന്നാണ് കാണിക്കുന്നത്. മാധവ് അതിന് മറുപടി പറയാതെ വേഗം ബെഡിൽ നിന്നും എണീറ്റു. ആരോടൊന്നും മിണ്ടാതെ കമ്പനിയിലേക്ക് പോയി. മാധവൻ അവിടെ എത്തിയതും കമ്പനിയുടെ മുന്നിൽ ആൾക്കൂട്ടം. അയാൾ ആരും കാണാതെ ബാക്കിലൂടെ അതിൻ്റെ അകത്തേക്ക് കയറി. എന്താടാ ഇവിടെ? എങ്ങനെ നമ്മുടെ ബാങ്കിൽ നിന്ന് ഇത്രയും ക്യാഷ് പോയത്? അറിയില്ല, സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. എന്താണെന്നറിയില്ല സർ. ഇപ്പം നമ്മൾ എന്ത് ചെയ്യും? പുറത്ത് നിൽക്കുന്നവരോട് നമ്മൾ എന്ത് സമാധാനം പറയും? അവർക്ക് ഇങ്ങോട്ട് വിട്ടാൽ? അതും പറഞ്ഞ് മാധവൻ തലയിൽ കൈവച്ചു. അപ്പോഴാണ് അയാളുടെ കമ്പനിയുടെ വാതിൽ തുറന്നവൻ കടന്നു വന്നത്. ബ്ലാക്ക് കളർ പാൻറ്റും വൈറ്റ് കളർ ടീഷർട്ടും അതിൻ്റെ മേലെ ബ്ലാക്ക് കളർ കോട്ടും. കണ്ണിലൊരു കൂളിംഗ് ഗ്ലാസും വെച്ച് ജെൽ വെച്ച് ഒതുക്കി വെച്ച മുടി ഒരു കൈകൊണ്ട് മുകളിലേക്ക് ഒതുക്കി അവൻ അയാളുടെ അടുത്തേക്ക് പോയി. മാധവൻ സംശയത്തോടെ അവനെ തന്നെ നോക്കി നിന്നു. എന്താ മാധവ എന്നെ ഇങ്ങനെ നോക്കുന്നത്? നിനക്ക് മനസ്സിലായിട്ടില്ലേ? അതിന് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത്? അയാൾ വീണ്ടും അവനെ സംശയത്തോടെ നോക്കി. ഞാൻ ഭൈരവനാഥ് വർമ്മ, ശ്രീയെ ഞാനാണ് കെട്ടിയത്. അവൻ അങ്ങനെ പറഞ്ഞതും വിശ്വസിക്കാനാവാതെ അയാൾ കണ്ണും തള്ളി നിന്നു. ഞങ്ങളെ കുട്ടിയെ നീയാണല്ലേ തട്ടിക്കൊണ്ടു പോയത്? അത് പറഞ്ഞ് മാധവൻ അവൻ്റെ നേരെ തല്ലാൻ കസേരയിൽ നിന്നും ചാടി എണീറ്റതും അടങ്ങി നിൽക്ക് മാധവ, ഞാൻ പറയുന്നത് മുഴുവനായിട്ട് പറയട്ടെ, എന്നിട്ടാവാം ഈ പ്രഹസനം. അന്ന് എൻ്റെ അടുത്തേക്ക് അവൾ എത്തിയില്ലായിരുന്നുവെങ്കിൽ ഇന്നവൾ ജീവനോടെ ഉണ്ടാകുമോ മാധവ? അവൻ പറയുന്നത് കേട്ട് അയാളൊന്നും മിണ്ടാതെ നിന്നു. അത് ചോദിക്കാൻ നീ ആരാണ്? എൻ്റെ മകൾ നീ ഭീഷണിപ്പെടുത്തി വിവാഹം കഴിച്ചതല്ലേ? അതിന് ഞാൻ കേസ് കൊടുക്കും, നോക്കിക്കോ. അവൻ പറഞ്ഞതിന് മറുപടി പറയാനില്ലെന്ന് കണ്ടതും അയാൾ വിഷയം മാറ്റാൻ മാധവൻ അങ്ങനെ പറഞ്ഞത്. വിഷയം മാറ്റാൻ നോക്കണ്ട മാധവ, എല്ലാം എനിക്കറിയാം. നിൻ്റെയും നിൻ്റെ അത്താല തെറിച്ച മകൻ്റെയും പിന്നെ നിൻ്റെ പെങ്ങൾ എന്ന് പറയുന്നവളുടെയും എല്ലാം എനിക്കറിയാം. നിങ്ങളുടെ കൗണ്ട് ഡൗൺ തുടങ്ങിയിരിക്കുന്നു. അത് അവസാനിപ്പിച്ചിട്ടേ ഞാൻ ഇവിടെ നിന്നും മടങ്ങി പോവുകയുള്ളൂ. ഭീഷണി സ്വരത്തിൽ അവൻ അങ്ങനെ പറഞ്ഞതും ഒരാളെ പിന്നിലേക്ക് നീങ്ങിയാൽ മതി. അതും പറഞ്ഞവൻ അവിടെ നിന്ന് പോവാൻ നിന്നതും പിന്നൊരു കാര്യം, നിങ്ങൾ ആ പെങ്ങളുടെയും സേവനം ഈ കമ്പനിക്ക് ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് ഇവിടെ നിന്നും ഇറങ്ങാം. അവനത് പറഞ്ഞതും അയാൾ ദേഷ്യത്തോടെ അവൻ്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു. അതെങ്ങനെ ശരിയാകും? ഇത് അവളുടെ ഭർത്താവ് ചന്ദ്രശേഖരൻ്റെതല്ലേ? അപ്പോൾ ഊർമിളക്ക് അതിൻ്റെ അവകാശമല്ലേ? മാധവ, തങ്ങൾ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ടല്ലോ. ചന്ദ്രശേഖരൻ്റെ ഭാര്യ ഊർമിളക്കല്ലല്ലോ അതിൽ അവകാശം. അയാളുടെ ആദ്യ ഭാര്യയിലുണ്ടായ മകൾക്കല്ലേ? അങ്ങനെയല്ലേ അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത്? അവൻ പറഞ്ഞതും കൂടെ കേട്ടതും അയാൾ നിന്ന് വിയർക്കാൻ തുടങ്ങി. എന്തിനാ മാധവ ഈ AC ഇട്ടിട്ടും ഇങ്ങനെ വിയർക്കുന്നത്? വല്ലാതെ വിയർക്കാനേ, ഇവിടെ നിന്നും പോയി ഇനി കുറച്ച് ദിവസം വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക്. അതും പറഞ്ഞവൻ അവൻ കസേരയിൽ പോയിരുന്നു. ഓരോ ഫയൽ നോക്കാൻ തുടങ്ങി. എന്തേ പോകുന്നില്ലേ? വേഗം പോവാൻ നോക്ക്, എനിക്കിവിടെ ഒരുപാട് പണിയുണ്ട്. നാളങ്ങനെ പറഞ്ഞതും അയാൾ ആ കമ്പനിയിൽ നിന്നും ഇറങ്ങിപ്പോയി. ഈ ചെക്കനിത് എവിടെ പോയി? ഇന്നലെ രാവിലെ ആ ഗോകുലിൻ്റെ അടുത്തേക്ക് പോയതാണ്, ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല. അത് പറഞ്ഞ് മാധവൻ്റെ ഭാര്യ മുറ്റത്തേക്ക് വന്നതും മാധവൻ്റെ കാർ വരുന്നതാണ് അവർ കണ്ടത്. അല്ല, എന്താ ഈ നേരം? ഈ സമയത്ത് പതിവില്ലല്ലോ. ഇനി പോകുന്നത് പോലും പറഞ്ഞിട്ടില്ല, വേഗം പോയതാണല്ലോ. അതും പറഞ്ഞവർ മുന്നിലേക്ക് നോക്കിയതും ദേഷ്യം കൊണ്ട് വിറച്ച മുഖവുമായി പാഞ്ഞു വരുന്ന മാധവനെയാണ് അവർ കണ്ടത്.
എന്താ ഏട്ടാ ഇന്ന് നേരത്തെ പോകുന്നത്? എന്തിനാ ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവരങ്ങനെ ചോദിച്ചതിന് മറുപടി ഒന്നും പറയാതെ അയാൾ നേരെ സോഫയിൽ പോയിരുന്നു. വീണ്ടും അവർ അങ്ങനെ ചോദിച്ചപ്പോഴാണ് മാധവൻ ഇന്ന് ഓഫീസിൽ നടന്ന സംഭവങ്ങളെല്ലാം അത് പറയുമ്പോഴും അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. വിടില്ല ഞാൻ. അവളെയും അവളുടെ ഭർത്താവിനെയും ഞാൻ ഇല്ലാതാക്കും. അവൻ വരണം, എന്നാലേ എല്ലാം അവസാനിപ്പിക്കാൻ പറ്റൂ. അതും പറഞ്ഞ് അയാൾ ഗൂഢമായി ചിരിച്ചു. ഇതൊക്കെ കേട്ട് അയാളുടെ ഭാര്യയുടെ മുഖം വിളറി വെളുത്തു.